എക്സ്ക്യൂസ് മീ ഡോക്ടർ, ഇവിടെ 4 പേര് ഒരു ആക്സിഡന്റിൽ വന്നില്ലേ? അവരെവിടെ കിടക്കുന്നതെന്ന് അറിയാവോ? ഒരു 4 പയ്യന്മാരാണോ? അവരതിൻ്റെ അകത്തുണ്ട്. തനിക്കൊരു പരിചയമുണ്ടോ? ആ ഡോക്ടർ, അവരെന്റെ ഫ്രണ്ട്സ് ആണ്. ഓ, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്കിപ്പോൾ ബോധം വീഴാറായിട്ടുണ്ട്. ആക്സിഡൻറ്റിൻ്റെ എഫക്റ്റിൽ അവരുടെ ബോധം പോയി, അത്രയേ ഉള്ളൂ. വേറെ പേടിക്കാനൊന്നുമില്ല. പിന്നെ ചെറിയ മുറിവും ചതവൊക്കെ പറ്റിയിട്ടുണ്ട് ആക്സിഡൻറ്റിൽ. പിന്നെ അവരാരാ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അവരുടെ ഐഡൻറ്റി കാർഡോ അവരുടെ പേരോ ഒന്നുമില്ലായിരുന്നു. അവരുടെ മൊബൈൽ ഫോൺസ് കയ്യിലില്ലായിരുന്നു, നമ്പർ പ്ലേറ്റ് ഇല്ലായിരുന്നു വണ്ടിക്ക്. അപ്പം പോലീസുകാർക്കും നാട്ടുകാർക്കും ഒന്നും അറിയത്തില്ല. ടൂറിസ്റ്റ് ആണെന്ന് മനസ്സിലായി, പക്ഷെ എവിടെ നിന്നൊന്നും ആർക്കും അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്ത് കണ്ടോ? അവരൊരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ അവരെന്തായാലും എണീറ്റോളൂ. പേടിക്കേണ്ട പ്രശ്നമൊന്നുമില്ല. അല്ലടി വേണേ, നീ ഇത് പോകുന്നില്ലേ? ഇവിടെ തന്നെ കിടക്കാൻ്റെ പ്ലാൻ? ആ പോകുന്നു. സിദ്ധു വന്നിട്ട് പോവാം. സാർ ഇനിയിപ്പോൾ വരാൻ നല്ല ലേറ്റ് ആവുമായിരിക്കും. നീ വീട്ടിൽ പോകാൻ നോക്ക്. നമുക്ക് ഇറങ്ങാം. ഇല്ലടി, പോയപ്പോഴും എന്നോട് പറഞ്ഞിട്ടാ പോയത് ഇവിടെ നിൽക്കണം, ഒത്തു പോവാന്ന്. ഇനി ഞാൻ പോയാൽ പിന്നെ അത് മതി ദേഷ്യപ്പെടാൻ. നീ ചെല്ല. എന്തായാലും ഞാൻ സിദ്ധു വന്നിട്ട് കൂടെ പൊയ്ക്കോളാം. എന്നാ പിന്നെ നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്. പിന്നെ സഞ്ജയ് വിളിച്ചിരുന്നു. അവരുടെ വണ്ടി എന്തോ പഞ്ചറായി. അങ്ങനെ അവരൊരു ഹോം സ്റ്റേയിൽ നിൽക്കുകയാണ്. ഫോണിൻ്റെ ചാർജറൊക്കെ എന്തോ ഇല്ലാതായി പോവുക, വെള്ളത്തിൽ വീഴോ, എന്തൊക്കെയോ കൊനഷ്ട ന്യായങ്ങൾ പറയാൻ. എനിക്കൊന്നും മനസ്സിലാവുക. ഒരു കഞ്ചാടിച്ചോലെ ചെറുക്കം പറയുന്നത്. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നീ പറഞ്ഞതാ. കുടിച്ച് കൂത്താടി എവിടെ കടന്നു വന്നിട്ട് കുറെ കള്ളങ്ങൾ ഉണ്ടാക്കി പറയാം. നാറി നാളെങ്ങോട്ട് മാറട്ടെ. ഞാൻ എന്നാ പോവാ. ടാറ്റ. എന്താടാ, എന്താ നീ അപ്സെറ്റ് ആയിട്ടിരിക്കുന്നത്? ഞങ്ങൾക്ക് ആക്സിഡന്റ് ആയതുകൊണ്ടാണോ? അത് വീട്, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. ഇവന്മാർക്ക് ബോധം വന്നില്ലെന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അതെ, ചെറിയ തട്ടലും മുട്ടലും ഒക്കെ ഉള്ളൂ. നീ അത് വീട്. ഞാനെന്തിനാ അപ്സെറ്റ് ആവുന്നു? നിനക്കൊക്കെ ആക്സിഡന്റ് പറ്റിയ? എനിക്ക് പ്രശ്നമൊന്നുമില്ല. മോന്റെ സിദ്ധു, ഞാൻ നിന്നെ കൊച്ചിലേ കാണാൻ തുടങ്ങിയതാ. നിന്റെ മുഖം ഒന്ന് വാടി എനിക്ക് മനസ്സിലാവും എന്തോ പ്രശ്നമുണ്ടെന്ന്. സത്യം പറ, എന്താ പറ്റിയേ? എടാ, ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? നീ റെസ്റ്റ് എടുക്കാൻ നോക്കൂ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അതെ, മോനെന്ന് വിളിച്ച വാവുകൊണ്ട് ഞാൻ വേറെ ആളൊന്നും വിളിക്കും, കേട്ടല്ലോ? മര്യാദയ്ക്ക് പറ. നീ ആയിട്ട് പറയണോ അതോ ഞാൻ മാളവികനെ വിളിക്കണോ? പറയടാ. എന്റെ പ്രശ്നം തന്നെ അവളാ, മാളവിക. ഓ, ഇതായിരുന്നു ഇത്ര വലിയ ആരുടെ കാര്യം? എടാ ചെറുക്ക, ഒരു റിലേഷൻ ആകുമ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അടിയുണ്ടാവും, വഴക്കുണ്ടാവും. അതിനൊക്കെ നീ ഇങ്ങനെ അപ്സെറ്റ് ആയ? അവൾക്കൊരു ഐസ്ക്രീമാ, ബിരിയാണിയാ, മസാല ദോശ എല്ലാം വാങ്ങിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അവളെ ദേഷ്യവും മാറും, നിന്റെ സങ്കടവും മാറും. അല്ലാതെ ഇങ്ങനെ ഒരുമാതിരി ഇത് അങ്ങനെ തരുന്നതല്ലെങ്കിലോ? ഞങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നവുമില്ല, വഴക്കോ ബഹളോ ഒന്നുമില്ല. പക്ഷെ അവള് പണി എന്നത് എനിക്ക് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും കൂടിയാ. എന്റെ പൊന്നു സിദ്ധു, നീ ഒന്ന് തെളിച്ച് പറ. ഈ തലയും വാലും പറഞ്ഞ എനിക്ക് മനസ്സിലാവത്തില്ല. തെളിച്ച് പറ, എന്താ പറ്റിയ, എന്താ സംഭവം? ഇന്ന് മഹേഷ് വിളിച്ചു, പയ്യാരാന്ന് പറഞ്ഞു തന്നു. നിനക്കറിയണ്ടേ ആരാന്നു? വെറുതെ അല്ല നിന്റെ മുഖം എങ്ങനെ ഇരുന്ന്? ആരാ? ഏതവനവൻ? അവനല്ല, അവൾ, പെണ്ണ. തൽക്കാലം നീ ആരാ എന്താ എന്നൊന്നും അറിയണ്ട. നീ അതെല്ലാം വിശദമായിട്ട് നാളെ പറയാം. ഇപ്പൊ എനിക്ക് അവളുമായിട്ട് കുറച്ച് ഡീലിങ്സ് ഉണ്ട്, ഞാൻ പോയിട്ട് വരാം. എടാ, ആരാന്ന് പറഞ്ഞിട്ട് പോടാ. ഡാ, ഓ പോയി വൃത്തിയാട്ടോ. ഇതിപ്പോ മറ്റേ സിനിമ പറഞ്ഞ പോലെ ആയിപ്പോയല്ലോ. എനിക്കൊരു കാര്യം പറയാനുണ്ട്, പക്ഷെ അതിപ്പോ പറയാൻ പറ്റത്തില്ല. പിന്നെന്തിനാ എന്നോട് പറഞ്ഞത്? ദുഷ്ടൻ. ഇനി ഞാൻ ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഭഗവാനെ. ഇതിപ്പോ ഇനി എപ്പോ വരാനാ? വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. വന്നു. നിനക്കൊന്നാ ഫോൺ എടുത്തൂടെ സിദ്ധു? ഞാൻ എത്ര തവണ വിളിച്ചെന്നറിയാവോ? എടുത്തിട്ട് ഇപ്പൊ എന്തിനാ? വലിയ സീരിയസ് കാര്യമെല്ലാം പറയാണ്ടായിരുന്നോ? ഇല്ലല്ലോ. നീ വാ പോ. സിദ്ധു, എനിക്ക് നിന്റെ പ്രശ്നം എന്താണെന്ന് അറിയില്ല. കുറെ നേരമായി നീ എന്നെ ഇട്ട് ചൊറിയുന്ന. ഞാൻ എന്ത് ചെയ്തിട്ടാ നീ എന്നോട് ദേഷ്യപ്പെടുന്ന? നീ പറയണ്ടത്തൊന്നും ഞാൻ അവരെ കൊണ്ട് ആക്സിഡന്റ് ആക്കിയെന്ന്. എന്ത് കഷ്ടമാണപ്പാ ഇത്? സിദ്ധുവിനൊക്കെ എന്താ? ആ കാറൊന്ന് പതുക്കെ ഓട്ടിക്കാവോ? എനിക്ക് സ്പീഡ് പേടിയാ. ഞാൻ റേഡിയോ വന്നിട്ട് പാട്ടങ്ങൾ കേട്ട് പോ. പേടിക്കണ്ട, ആ ഫയൽസ് ഞാൻ പെട്ടെന്ന് അയച്ചു തരാം. പുതിയൊരു ഇൻഫർമേഷൻ ഉണ്ട്. ആ മോട്ടോർ കമ്പനി സിദ്ധാർത്ഥമായിട്ടുള്ള കോൺട്രാക്ട് ക്യാൻസൽ ചെയ്തു. ഇന്ന് കമ്പനിയിൽ ഒരു ട്രിപ്പ് പോകുന്നുണ്ട്, ഞാനും കൂടെ പോവുക. കമ്പനിയിൽ ഒരു സ്പൈ ഉണ്ടെന്ന് സിദ്ധാർത്ഥന് സംശയമുണ്ട്, സൂക്ഷിക്കണം. നല്ല പാട്ടല്ലേ? എന്റെ ഫേവറേറ്റ് പാട്ടാ ഇത്. സിദ്ധു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതില് എന്റെ വോയിസാ കിടക്കുന്നു. അയ്യോ, ആണോ? അത് നിന്റെ വോയിസ് ആയിരുന്നോ? ഷടാ, എനിക്ക് മനസ്സിലായില്ലല്ലോ. സിദ്ധു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതൊക്കെ എന്താ? ഒന്നും മനസ്സിലായില്ല, പാവം.
മാളവിക, നീ ആരാണ് എന്താണ് എന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പ്ലീസ് ആ മുഖംമുടി അഴിച്ച് മാറ്റ്. എനിക്ക് ഇനി ഈ നാടാൻ കാണണ്ട. എന്ത് നാടകം, എന്ത് മുഖംപിടി? എന്റെ പൊന്ന് സിദ്ധാർത്ഥിൽ നിന്ന് തെളിച്ച് പറ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പ്ലീസ്. അതുല്യയുടെ കമ്പനിയിൽ എന്റെ ഒരു സ്പൈനെ ഞാൻ വിട്ട കാര്യം നീ എന്തായാലും അറിഞ്ഞിട്ടുണ്ടാവും. സോ ആ സ്പൈ വഴി നീ ആരാണെന്ന് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അതുല്യയുടെ സ്പൈ ആണ്. ഇനിയും കൂടുതൽ വ്യക്തമാക്കണം. സിധു, നീ എന്തൊക്കെയായി പറയുന്നേ? ഈ അതുല്യനെ നീ പറഞ്ഞുള്ള പരിചയം മാത്രമേ എനിക്കുള്ളൂ. ഞാൻ ഇയാളെ കണ്ടിട്ടില്ല, ആരാന്ന് കൂടി എനിക്ക് അറിയത്തില്ല. എടാ, ഞാനാണ് ഇപ്പൊ സ്പൈ എങ്കിൽ ഞാനായിട്ട് നിന്റെ കമ്പനി കയറാനല്ലേ നോക്കത്തുള്ളൂ. ഇപ്പൊ സഞ്ജയ് ചേട്ടൻ എന്നെ റെക്കമെൻഡ് ചെയ്തത് തന്നെ. നീ ഒന്ന് ആലോചിക്ക സിധു, ഞാനല്ല. ഞാൻ നിന്നോട് ഇങ്ങനെ ചെയ്യോ? നിനക്ക് എന്നെ കണ്ടുവല്ലോ ഭ്രാന്തനായിട്ട് തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ അറിയാൻ വയ്യത്തോണ്ട് ചോദിക്കുക. ഇത്രയും തെളിവ് ഞാൻ നിനക്ക് തന്നിട്ടും നിനക്ക് ഇപ്പോഴും നിന്റെ തെറ്റ് സമ്മതിക്കാൻ പറ്റുന്നില്ല അല്ലേ? നീ ഇനി എന്തിനാ എന്നെ വെറുതെ മണ്ടനാക്കുന്നത്? മാളവിക, നിർത്ത്, മതി. സിധു, ഇത് ഞാനല്ല, സത്യമായിട്ടും ഞാനല്ല. എനിക്കിതിനെ പറ്റി ഒന്നും അറിയില്ല. എടാ, ഞാനൊന്നും ചെയ്തിട്ടില്ല. പ്ലീസ് എന്നൊന്ന് വിശ്വസിക്കുന്നേ. ഇനിയും ഞാൻ നിന്നെ വിശ്വസിക്കണം? ഇത്രയും ഞാൻ കേട്ടിട്ടും ഇനിയും ഞാൻ നിന്നെ വിശ്വസിക്കണം? എന്ത് അടിസ്ഥാനത്തില്? നിനക്ക് എങ്ങനെ തോന്നിയടി എന്നെ ചതിക്കാൻ? സിദ്ധു, ഇത് ഞാനല്ല. ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. പ്ലീസ് എന്നൊന്ന് വിശ്വസിക്ക്. ഇത് ഞാനല്ല. എനിക്ക് അവളെ അറിയില്ല. എനിക്ക് അവളാണ് അതുല്യെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പ്ലീസ് പ്ലീസ് സിദ്ധു. അവളാണ് അതുല്യെന്ന് നിനക്ക് അറിയത്തില്ലായിരുന്നു? എത്ര തവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് അവളെ പറ്റി. എന്നിട്ടും നിനക്ക് അവളെ അറിയത്തില്ലായിരുന്നു? കമ്പനിയിലുള്ള എല്ലാവർക്കും അറിയാം, നിനക്ക് എന്നിട്ട് അവളെ അറിയത്തില്ല. ഞാൻ വിശ്വസിക്കണം അല്ലേ? ഞാനിത് വിശ്വസിക്കണം? ഞാൻ മണ്ടനല്ല. നീയൊക്കെ കൂടി മണ്ടനാക്കി ഇങ്ങനെ ആയതാ ഞാൻ. അവസാനമായിട്ട് പറയാം, മേലാൽ എന്റെ ലൈഫിലോ എന്റെ കമ്പനിയിലോ നിന്നെ കണ്ടുപോകരുത്. സിദ്ധു, പ്ലീസ്. എനിക്ക് അവൾ അതുല്യാണെന്ന് അറിയത്തില്ലായിരുന്നു. ഒരു ദിവസം കോഫി കുടിക്കാൻ വേണ്ടി പൊളിയിൽ പോയപ്പോ ഞാൻ അവളെ കണ്ടു. അവളെ കണ്ടപ്പോ എനിക്ക് എന്തോ ഒരു പന്തിയേട് തോന്നി. ഷി വാസ് ഡിപ്രസ്ഡ്. അവളുടെ കയ്യിൽ പോയിഷൻ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു അവള് മരിക്കാൻ നടക്കുന്ന ഒരു കുട്ടിയാണെന്ന് വിചാരിച്ചു അവളെ ഹെൽപ്പ് ചെയ്തു. അന്ന് തൊട്ട് ഞങ്ങൾ ഫ്രണ്ട്സായി. ഞങ്ങൾ തമ്മി വിളിച്ചു. അല്ലാതെ ഞങ്ങൾ തമ്മിൽ വേറൊന്നുമില്ല. എനിക്ക് അറിയില്ലായിരുന്നു അവളാണ് അതുല്യെന്ന്. പ്ലീസ് എന്നൊന്ന് വിശ്വസിക്കുന്നേ. അടുത്ത കള്ളം. എടി, നിനക്ക് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്ന കള്ളം പറഞ്ഞൂടെ? എന്നെ കണ്ടൊരു പൊട്ടനായിട്ട് തോന്നുന്നുണ്ടോ നിനക്ക്? ഇത്രയും കാലം നീ എന്നെ ചതിച്ചതും പോരായിട്ട് വീണ്ടും കള്ളം പറയാ നീ എന്നോട്. ഇന്നത്തോടെ ഇവിടെ എല്ലാം അവസാനിക്കുക. മേല എന്റെ ലൈഫിൽ നീ എന്നെ കണ്ടുപോകരുത്. സിദ്ധു, പ്ലീസ്. ആ മോതിരം മാത്രം ഊരരുത് സിദ്ധു. പ്ലീസ് പ്ലീസ്, ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നേ. ഓ, അപ്പൊ ഇതിലാണോ ക്യാമറ വല്ലതും വെച്ചിരിക്കുന്നത്? ആ, എന്നാ പോയി എടുത്തോ നീ. എന്തിനാണ് അങ്ങനെ ചെയ്തത്? എന്തിനാ നീ അങ്ങനെ ചെയ്തത്? പ്ലീസ് സിദ്ധു, എനിക്ക് കുറച്ച് ടൈം താ. ഞാനല്ലാന്ന് എനിക്ക് പ്രൂവ് ചെയ്യണം. ഞാനല്ല ഈ സ്പൈ എന്ന് എനിക്ക് പ്രൂവ് ചെയ്യണം. പ്ലീസ് എനിക്ക് കുറച്ച് ടൈം താ. അത് കഴിഞ്ഞിട്ട് ഞാൻ പൊയ്ക്കോളാം. എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പൊയ്ക്കോളാം. പ്ലീസ്. എന്തിന് വീണ്ടും കുറെ കള്ളങ്ങൾ ഉണ്ടാക്കി എന്റെ മുമ്പിൽ നിർത്താനോ? വേണ്ട. നീ കള്ളിയാണെന്നും നീ സ്പൈ ആണെന്നും തെളിഞ്ഞു. ഇനി അതീ കൂടുതലൊന്നും എനിക്ക് അറിയണ്ട. മേലാൽ എന്റെ ലൈഫ് ഇനി വരരുത്. ഗുഡ് ബൈ ആൻഡ് താങ്ക് യു ഫോർ ദ മെമ്മറീസ്. ഒരിക്കലും ഞാൻ മറക്കില്ലത്. ബൈ, ഗുഡ് ബൈ. സിദ്ധു, പ്ലീസ് പോവല്ലേ. സിദ്ധു ഞാനിനി എന്ത് ചെയ്യും? അച്ഛടാ പാവം. എന്തു പറ്റി മോളെ മാളവികയെ? നിന്റെ രാജകുമാരൻ തന്നെ കളഞ്ഞിട്ട് പോയോ? അവ ഇനി വരത്തില്ല. കാരണം ഇതെല്ലാം ചെയ്ത് ഞാനാ. ഇപ്പൊ എനിക്ക് ചെറുതായിട്ട് സങ്കടം തോന്നുന്നുണ്ട് നിന്നെ കാണുമ്പോൾ. കുഴപ്പമില്ല കേട്ടോ, അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറും. അല്ല, നീ എന്തായിക്കണം തപ്പുന്ന? അതില്ലേ പ്ലീസ് സിദ്ധു. ഒരു മോതിരം എടുത്ത് ഇവിടെ അറിഞ്ഞു. എനിക്കത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. പ്ലീസ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യടി പ്ലീസ്. ഞാൻ എന്ത് ദ്രോഹം നിന്നോട് ചെയ്തത്? എനിക്ക് ഇങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നേ. ഇവളെന്താ എന്നോട് ദേഷ്യപ്പെടാത്തത്? എന്തിനാ ഇവള് കരയുന്നത്? എന്തിനാ ഇവള് എന്റെ ഹെൽപ്പ് ചോദിക്കുന്നത്? ഞാൻ എന്തായി ചെയ്തത്? നീ കരയാതെ. ആ റിങ് എങ്ങനെ ഇരിക്കുന്നെങ്കിലും പറഞ്ഞതാ, അല്ലാതെ ഞാൻ ഇങ്ങനെ നോക്കാനോ?
മാളവിക കരയില്ലേ? അതൊരു സിൽവർ റിങ്ങോ, അതിൽ എന്റെ അവന്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ട്. പ്ലീസ് അതുപോലെ ഒന്ന് പെട്ടെന്ന് കണ്ടുപിടിച്ചു തരാം എനിക്കത്. നീ കരയാതിരിക്കും, ഞാൻ കണ്ടുപിടിച്ചു തരാം. ഓക്കെ, കരയാതിരിക്കും. മാളവിക ഇതാണെന്ന് നോക്കി. ഇത് തന്നെയാണ് ഞാൻ അവന് വാങ്ങിച്ചു കൊടുത്തിരുന്നത്. അവനത് വലിച്ചെറിഞ്ഞളഞ്ഞു. ഞാനിനി എന്ത് ചെയ്യും? അതല്ലേ എനിക്ക് അവനില്ലാതെ പറ്റത്തില്ല. നീ കരയല്ലേ? അവനോട് ഞാൻ പറയാം, ഞാൻ ഇതെല്ലാം ചെയ്തത് നിനക്ക് അതിലൊരു പങ്കുമില്ലെന്ന് ഞാൻ അവനോട് പറഞ്ഞോളാം. നീ കരയാതിരിക്കും. ഇല്ല, അവനതൊന്നും വിശ്വസിക്കാൻ പോണില്ല. അവന്റെ മൊത്തത്തിൽ വെറുത്തുപോയി. ഞാൻ എന്ത് ചെയ്യും? ഹലോ, ഇത് ആരാ സംസാരിക്കുന്നത്? മോളെ മാളവിക, ഇത് ഞാനാ, രേഖ, നിന്റെ വീട്ടിന്റെ അപ്പുറത്ത് താമസിക്കുന്ന. മോളെ, അച്ഛൻ വൈകിട്ടൊന്ന് തലറങ്ങി വീണായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയായിരുന്നു പുള്ളിയെ. അച്ഛൻ പോയി. മോളൊന്ന് വീട്ടിൽ വരാവോ ഇപ്പോ? അച്ഛനെന്താ പറ്റിയ? അച്ഛനും പോയി. ഞാൻ ഇനി ആരടുത്ത് പോവും? എനിക്കിനി ആരുമില്ല. ഞാൻ ഒറ്റയ്ക്കായി. എന്തിനാ ദൈവം എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്? ഞാൻ എന്ത് ദ്രോഹ ചെയ്ത? എന്തിനാ? അച്ഛാ, മാളു, നീ എനിക്ക് ഞാൻ എന്നെ വീട്ടിൽ കൊണ്ടുവിടാമോ? എനിക്ക് വയ്യ എന്നെ അച്ഛനെ കാണാൻ. എനിക്ക് വയ്യ. ഞാൻ എങ്ങനെയാ മനുഷ്യന്റെ മുഖത്ത് നോക്കുന്ന? മാളവിക തന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്, ഒരുപാട്. പക്ഷേ ഇപ്പൊ താൻ നിൽക്കുന്ന സ്റ്റേജ് അത് വളരെ മോശം സ്റ്റേജാ. അതിന് കാരണക്കാരി ഞാൻ കൂടെ. അതുകൊണ്ട് ഇന്ന് മുതൽ നിന്റെ കൂടെ ഞാൻ കാണും. എന്തിനും ഏതിനും ഞാൻ നിന്റെ കൂടെ കാണും. സിധു, ഞാൻ റിസൈൻ ചെയ്യാം. ഇതാൻ്റെ ലെറ്റർ. പെട്ടെന്ന് എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? എനിക്ക് റിസൈൻ ചെയ്യാൻ തോന്നി, ഞാൻ ചെയ്തു. നിന്നോട് നേരത്തെ പറയാൻ വിട്ടുപോയി. എന്നാൽ ഞാൻ ഇറങ്ങാം. റിസൈൻ ചെയ്യുന്നതൊക്കെ നിന്റെ ഇഷ്ടം, പക്ഷേ അതിന്റെ കാരണം അതെനിക്കറിയണം. നിനക്ക് കാരണം അറിയണമല്ലേ? എന്നാ കേട്ടോ, ഒരൊറ്റ വോയിസിന്റെ ബലത്തിലാ നീ ആ പെങ്കുച്ചിനെ ചവിട്ടി ഇറക്കി ഇട്ടത്, നിന്റെ ലൈഫിൽ നിന്നും ഈ കമ്പനിയിൽ നിന്നും. അതേ നീ ഫ്യൂച്ചറിൽ എനിക്ക് ഇതേപോലെ വല്ല പ്രശ്നം വന്നാൽ ഇറക്കി വിടില്ലെന്ന് എന്താ ഉറപ്പ്? ഇങ്ങനത്തെ ഒറ്റനോട് നിൽക്കാൻ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. പറ്റില്ല സിദ്ധു, എനിക്ക്. ഞാൻ പോവാ. ഓ, അപ്പൊ അതാണ് കാരണം. നീ പറയുന്ന പോലെ വെറും തെളിവില്ലാതെയൊന്നും അല്ല ഞാൻ അവളെ ഇവിടെ നിന്ന് എന്റെ ലൈഫിൽ നിന്നൊക്കെ പുറത്താക്കിയത്. സോൾഡ് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ടായിരുന്നു. ആൻഡ് ഞാൻ ഈ ചെയ്ത പ്രവൃത്തി ഉണ്ടല്ലോ, ഒരിക്കൽ പോലും ഞാൻ എന്റെ ലൈഫിൽ റിഗ്രറ്റ് ചെയ്യില്ല. ഐ എം 100% ഷുവർ ഓഫ് ഇറ്റ്. സിധു, നീ നിന്റെ ലൈഫിൽ എപ്പോഴൊക്കെ ഇതേപോലെ 100% ഷുവർ ആണെന്ന് പറഞ്ഞ കാര്യങ്ങളും പിന്നീട് നിനക്ക് മനസ്സിലായിട്ടുണ്ട് അതെല്ലാം നീ ചെയ്ത തെറ്റാണെന്ന്. എക്സാമ്പിൾ വേണോ? നിന്റെ അമ്മയുടെ അച്ഛൻ്റെയും കാര്യം അത് തന്നെ. നീ എത്ര തവണ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അവരാണ് തെറ്റായിരുന്നു. അവള് കാരണമല്ലേ നിനക്ക് മനസ്സിലായത് അവര് തെറ്റുകാരല്ലാന്ന്. അതുപോലെ തന്നെ ഇതും കുറെ നാൾ കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവും അവളല്ലാന്നും നീ ചെയ്തത് തെറ്റാണെന്ന്. അന്ന് നീ ഞങ്ങളെ തേടി വരും, അല്ലെങ്കിൽ അവളെ തേടി പോവും. അറ്റ്ലീസ്റ്റ് ഞാനൊന്നും ചോദിച്ചോടെ, അവളിപ്പോ എവിടെയാണെന്നെങ്കിലും നിനക്ക് അറിയാവോ? ഇല്ലല്ലോ. അവൾ എവിടെ പോവേ, എവിടെ താമസിക്കുക, ആരോടെ കിടക്കേ, ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. അവൾ എന്റെ ലൈഫില് കഴിഞ്ഞൊരു ചാപ്റ്ററാണ്. ആ പേര് കേൾക്കുന്ന പോലും എനിക്ക് ഇഷ്ടമല്ല. ഇനി നിനക്കും ഇതിനെ പറ്റിയേ പറയാനുള്ളെങ്കിൽ ഇറങ്ങിപ്പോറ്റോ. നീ എന്റെ കൂടെ നിൽക്കണമെന്ന് എനിക്ക് ഒരു ആഗ്രഹവും ഇല്ല. നിന്റെ കൂടെ നിൽക്കാൻ എനിക്ക് വല്ല ആഗ്രഹമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ റിസൈൻ ചെയ്തിട്ട് ഞാൻ പോകുന്നത്. ഇനി നിന്റെ ലൈഫിൽ ഞാൻ കാണത്തില്ല ഒരിക്കലും. ആയിക്കോട്ടെ, നിന്റെ ഇഷ്ടം തന്നെ എന്റെ ഇഷ്ടവും. ഇറങ്ങിയാൽ പറ്റോ? മേല എന്റെ ലൈഫിൽ നിന്നെ കണ്ടുപോകുന്നതിന്. ഗുഡ് ബൈ സിദ്ധു. താങ്ക് യു ഫോർ എവരിത്തിങ്. സഞ്ജയ്, നീ എവിടെ പോവാ? എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? ഇനിയും ഇവന്റെ വാലാട്ടിപ്പട്ടിയിൽ നടക്കാൻ എനിക്കിനി വയ്യ. എനിക്ക് എന്റേതായിട്ടൊരു ലൈഫുണ്ട്. നീ എന്റെ കൂടെ വരുന്നെങ്കിൽ ഇപ്പൊ എന്റെ കൂടെ ഇറങ്ങണം ഇവിടെ നിന്ന്. കണ്ടവന്മാര് പറയുന്നത് കേൾക്കാനല്ല ഞാൻ അവൾക്ക് ശമ്പളം കൊടുത്ത് ഇവിടെ നിർത്തിയിരിക്കുന്നത്. അവൾ എന്റെ എംപ്ലോയിയാ. ഞാൻ പറയുന്നതേ അവൾ കേൾക്കത്തുള്ളൂ. ദേവിക, നീ ഒരിടത്ത് പോകുന്നില്ല. ഒന്ന് നിർത്തുന്നുണ്ടോ? ഇതിനൊന്നും കാരണം നിങ്ങൾ ആരുമല്ല. സിദ്ധാർത്ഥ സാറും മാളവികയും പടങ്ങാനും നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ വഴക്കൂടാനും നിങ്ങൾക്ക് ആക്സിഡന്റ് പറ്റാനും ഒന്നിനും കാരണം നിങ്ങൾ ആരുമല്ല, മാളവികയും അല്ല. ഇതിനെല്ലാം കാരണം ഈ ഞാനെല്ലാം പറയാം.